നമ ശിവായ ഓം ഹ്രീം നമ ശിവായ ഓം ഹ്രീം ഹൗം നമ ശിവായ ഓം. ശ്രീമദ് ശിവമഹാപുരാണം 24,000 ശ്ലോകങ്ങളുള്ളത് ഇന്ന് സംഗ്രഹിച്ചിട്ട് ആണ് എഴുതിയിരിക്കുന്നത്. 12 ഭാഗങ്ങളായിട്ട് 7 സംഹിത. അത് പറയുന്ന കഥകളൊക്കെ വിസ്തരിച്ചാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പാരായണം ചെയ്യുന്നത് സതീഖണ്ഡം കഴിഞ്ഞ് പാർവതീഖണ്ഡമാണ്. പാർവതീഖണ്ഡത്തിലെ ശിവപാർവതി വിവാഹമാണ്. ആ വിവാഹം വളരെ വിസ്തരിച്ചാണ് അതിൻ്റെ ഒരുക്കങ്ങളും അതിൻ്റെ നടത്തിപ്പുകളും അതേപോലെ പങ്കാളിത്തവും അലങ്കാരം തൊട്ടുള്ള ക്രിയകളും ഹോമാചാരം അതേപോലെ അതിൻ്റെ അനുഗ്രഹാദികൾ ഫലങ്ങൾ. ഈ ഹോമാചാരത്തിൻ്റെ സാധാരണ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രസാദമൊന്നും എല്ലാവരും സ്വീകരിക്കുക അങ്ങനെയൊന്നും പതിവില്ല. പക്ഷേ ഇവിടെ അതല്ല, ഇവിടെ അതൊക്കെ സ്വീകരിക്കുന്നുണ്ട്. അതേപോലെ ഇതിന് പങ്കെടുത്തതായിട്ടുള്ള ശിവഭൂത ഗണങ്ങളുടെ പേരൊക്കെ പറയുന്നുണ്ട്. കുറച്ചൊക്കെ അതിൽ കുറച്ച് എഴുതി, മുഴുവനൊന്നും എഴുതിയിട്ടില്ല. വളരെ വിസ്തരിച്ചാണ്. എന്നാൽ തന്നെ ഇത് എത്ര ചുരുക്കിയാലും ഒരുപാടുണ്ടെന്ന് സാരം. ഭാഗവതത്തിലെ രുക്മിണി കല്യാണത്തിന് 3 അധ്യായമേ വേണ്ടൂ. അതേപോലെ പ്രദ്യുമ്നുണ്ടായത് 1 അധ്യായം കൊണ്ടാണ്. ഇവിടെ ഒരു ഖണ്ഡം, കുമാരഖണ്ഡം എന്ന് പറഞ്ഞ് അത് വേറെ അങ്ങോട്ട് കൊടുത്തിരിക്കുക. 5 ഖണ്ഡങ്ങളിൽ 1 സതീഖണ്ഡമാണ്, 1 പാർവതീഖണ്ഡമാണ്, 1 കുമാരഖണ്ഡമാണ്. അപ്പോൾ അത്രയും പ്രാധാന്യം വിസ്തരിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് സാരം. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടും. ഇവിടെ സാമൂഹിക സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് നിയമങ്ങളും, ഇനി ഭാവിയിൽ ശിവനാണ് മുക്തിദീപം ഉണ്ടാക്കിയത്. അപ്പോൾ ആ മുക്തിദീപത്തിൽ പറഞ്ഞ പ്രകാരത്തിലാണ് ഇനി വേളി നടക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഭാവിയിൽ ഇത് തന്നെ അനുകരിക്കപ്പെടും. അപ്പോൾ അതിനനുസരിച്ച് വേണം. അത് ശൈവ വൈഷ്ണവ ശാക്തേയ ബന്ധങ്ങൾ, കൂടിച്ചേരലുകൾ ഒക്കെയുണ്ട്. അതൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആ ഭാഗത്തിലൂടെ കടക്കാം. ശ്രീ ഗുരുവായൂരപ്പ ശരണനാരായണ. ഓം. ഇപ്പോൾ നമ്മൾ 58 ഭാഗം ആണ് പാരായണം ചെയ്തത്. 59ാമത്തെ ഭാഗമാണ് ഇപ്പോൾ പാരായണം ചെയ്യുന്നത്. പാർട്ട് 59. ഓം. വിഷ്ണു ഭക്താവിധേ ചൊല്ലണേ അത്ഭുതം, ശങ്കര പാർവതി കല്യാണം മംഗളം. അങ്ങു പറയുന്ന സൽക്കഥയൊക്കെയും പാപനാശം തരും എന്നോതി നാരദൻ. പുത്രാ നിൻ ബുദ്ധി ഉണരട്ടെ ശംഭുവിൻ, ലീലാരഹസ്യം ശ്രവിച്ചുകൊണ്ടെപ്പോഴും മംഗളപത്രം ക്ഷണം കിട്ടി ശ്രീശിവൻ. ചേർത്തു ഹൃദി ഹാസം ചെയ്തു സുഖിക്കയാൽ. ഇവിടെ മേനയും ഹിമവാനും കുറച്ചിങ്ങനെ ഒരു വിരോധം പറഞ്ഞല്ലോ. അപ്പോൾ അതിനെ സപ്തർഷികൾ പോയിട്ടാണ് അത് ഇങ്ങനെയല്ല വേണ്ടത്, വിവാഹം വേഗം നടത്തി കൊടുക്കുകയാണ് വേണ്ടത്, ശിവൻ്റെ മഹിമയും ഈശ്വരഭാവവും എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം ഇപ്പോൾ വിഷ്ണു വേളി കഴിക്കണം എന്നൊരു മോഹം, അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, അതിനേക്കാൾ മീതയാണ് ശിവനെ പാർവതിയെ രണ്ടുപേരുടെയും ഈ മഹത്വം കാരണം കൊണ്ട് അവർക്കല്ലാതെ കണ്ട് യോജിക്കാൻ സാധിക്കില്ല, യോജിച്ചാൽ നേരെയാവില്ല എന്നൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുള്ള ഒരു കമ്പല്ലിങ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കമ്പല്ലിങ് കൊണ്ടാണ് ഈ ക്ഷണപത്രിക കിട്ടിയത്. അതാണ് ഹാസം വരാനുള്ള കാരണം. വിഷ്ണുവിൻ്റേതായ രീതിയിൽ മഹത്വം, ശിവൻ്റേതായ മഹത്വം, ലക്ഷ്മിക്കും പാർവതിക്കും 2 തരത്തിൽപ്പെട്ടതായിട്ടുള്ള മഹത്വമാണ് ഉള്ളത്. അപ്പോൾ അത് ഏതാണ് യോജിക്കുക? ഇതാണ് സപ്തർഷികളും നാരദനും സമർത്ഥിച്ചത്. അപ്പോൾ അതിനനുസരിച്ചാണ് ഈ എന്നാൽ പിന്നെ പാർവതിയുടെ ആഗ്രഹം അങ്ങനെ വെച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ അങ്ങനെ പോരവിടെ, അതാണ് ഒന്ന് ഹസിച്ചത്. അപ്പോൾ അതിന് പിന്നെ അത് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ശേഷം പൂർണ്ണമായിട്ടുള്ള സമ്മതത്തോടു കൂടി തന്നെയാണ് വിവാഹം നടക്കുന്നത്. അത് അനവധി
ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴേ പൂർണ്ണമായിട്ടും അവർക്ക് ഈ ശിവതത്വം എന്ത് എന്ന് മനസ്സിലാവുള്ളൂ. ശിവൻ ശിവ രണ്ടും കൂടി ആയാലേ ശിവനാവുള്ളൂ എന്നെല്ലാം അവിടെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോണത്. അത് വേഗത്തില്ല, കുറച്ച് സാവകാശം എത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഈ സന്ദർഭങ്ങളൊക്കെ കൂട്ടിച്ചേർക്കും. അലങ്കാരങ്ങൾ, വരവുകൾ, ക്ഷണം സ്വീകരിച്ചിട്ടുള്ള ക്ഷണിക്കൽ, ഇങ്ങനെയല്ലേ അതൊക്കെ. പത്രവും കാഴ്ചയും തന്ന ഋഷികളെ ഒപ്പം ഗിരിയെ അനുഗമിച്ചോരെയും സൽക്കരിച്ചു ക്ഷണമേകി മടക്കിയും ചൊല്ലി ദ്വിജരോടായി കൂടെ ഉണ്ടാവണം. മഹാദേവൻ ഈ ഹിമവാനെയും ഹിമവാൻ്റെ ഒപ്പം വന്ന മഹർഷിമാർ അനുഗമിച്ചവർ കുറേ ആളുകളുണ്ട്. അവരെല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തു, അവരെയൊക്കെ ബഹുമാനിക്കുകയും ചെയ്തു. ആര്? മഹാദേവനെ. അതാണ്. അപ്പോൾ വലിയ സന്തോഷമായി അവർക്കൊക്കെ. നേരിൽ ക്ഷണിക്കവേ തുഷ്ടർ നമിച്ചുടൻ ചെയ്തു പ്രദക്ഷിണം വാഴ്ത്തി ശ്രുതികളാൽ സർവരെയും യാത്രയാക്കി ശിവൻ മുത ദേവർഷിയെ ഓർത്തു ലീല നടത്തുവാൻ. ഇപ്പോൾ വന്നവരും ഹിമവാനും എല്ലാവരും കൂടിയിട്ട് ക്ഷണിച്ച് അവരുടെ കാര്യം കഴിഞ്ഞ് അവർ ഹിമവാൻ്റെ കൊട്ടാരത്തിലേക്ക് തന്നെ പോയി. അപ്പോൾ ശിവൻ നാരദനെ സ്മരിച്ചു. ഈ ക്ഷണപത്രിക ഇത് എല്ലാ ദിക്കിലും എത്തണം. ഹിമവാൻ്റെ ഇവിടെ കിട്ടിക്കഴിഞ്ഞു, ഇനി നമ്മുടെ ക്ഷണപത്രിക അത് എല്ലാ ദിക്കിലും എത്തണം. ഹിമവാൻ്റെ മാത്രം കിട്ടിയാൽ പോരല്ലോ, നമ്മുടെയും വേണ്ടേ. അപ്പോൾ അതിന് നാരദനും കൂട്ടിയാലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ നാരദന് ഇത് ക്ഷണിക്കാൻ ഒരു മിനിറ്റോ ഇത്രയോ വേണ്ട വെച്ചാൽ അത്രേ വേണ്ടൂ. എല്ലാ ദിക്കിലേക്കും നാരദ എത്തും. അപ്പോൾ അത്രയും രൂപം സ്വീകരിച്ചിട്ട് ഇവിടേക്ക് എത്തണ്ടേ, എത്തുന്നു എന്നതാണ്. ഭഗവാന് മാത്രമല്ല പറ്റുള്ളൂ, ഭഗവത്വമുള്ള ഈ സാർഷ്ടി കഴിവുള്ളതായിട്ടുള്ള ദേവർഷിക്കും ഇത് സാധിക്കും. അതുകൊണ്ടാണ് ദേവർഷിയെ തന്നെ വിളിക്കാനുള്ള കാരണം. എല്ലാ ദിക്കിലും എത്തിയതാണ്. ദേവർഷി അത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. വന്നു മുനി വാഴ്ത്തി ചെയ്തു പ്രദക്ഷിണം വീണു നമിച്ചോതി എന്തു ഞാൻ ചെയ്യണം ചൊല്ലി ശിവൻ മുനെ അങ്ങൊന്നിൻ വാക്കിനാൽ പാർവതി ചെയ്തു തപസ് വരമേകി ഞാൻ വേളി ചെയ്യാം എന്നും നിശ്ചയിച്ചു ഋഷേ സപ്തർഷികൾ ദൂതരായി വിധിയുടെ 7-ാം ദിവസം മുഹൂർത്തമായി അത് ബ്രഹ്മാണ്ഡ സംഭവമാക്കണം നാരദ വിഷ്ണു വിധി ഇന്ദ്രൻ ദേവകളൊക്കെയും മർത്യർ 14 ലോകത്തിൽ വാഴുവോർ നിങ്ങൾ എനിക്കായി ക്ഷണിക്കണം വേണ്ട പോൽ വേദപുരാണങ്ങൾ രൂപത്തിലെത്തണം. ഇവിടെ ആരൊക്കെ വരണം, വിഭാഗങ്ങൾ കാറ്റഗറൈസ് ചെയ്തു. എല്ലാവരും വരണം എന്നാ, ഒരാളും വ്യത്യാസമില്ല. ഗ്രന്ഥങ്ങൾ തൊട്ടുള്ളതും ഈ സസ്യം തിര്യക്ക് മറ്റേ മർത്യൻ ദേവൻ ഇങ്ങനെയുള്ള വിഭാഗങ്ങളും പർവ്വതം നദി മരം തുടങ്ങിയിട്ടുള്ള അവർ മുഴുവനും പ്രാണിവർഗം അതേപോലെ 3 ലോകത്തും അല്ലെങ്കിൽ 14 ലോകത്തുള്ള എല്ലാവരും ഇങ്ങനെ എല്ലാവർക്കും എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ക്ഷണം. അവരൊക്കെ രൂപം സ്വീകരിച്ചിട്ട് ഇവിടെ എത്തണമെന്നാണ്. ആഡംബരമായി നടത്തണം ഉത്സവം സജ്ജീകരിക്കണം സംഭാരമൊക്കെയും എത്തി സകലരും എന്നുറപ്പിക്കണം എന്നു കേട്ടു യാത്രയായി ക്ഷണിക്കുവാൻ. നാരദ അവിടെ ചെന്ന് പറയണം. അതിപ്പോൾ പറഞ്ഞു. മാത്രമല്ല അവരിവിടെ എത്തും എന്നുള്ള അവിടുന്ന് ഉറപ്പിച്ചോളൂ. ഇവിടെ എത്തിയതിൻ്റെ ശേഷം കല്യാണത്തിന് വരെ വെച്ചാൽ ഇന്ന് ക്ഷണിച്ചു ഇന്ന് തന്നെ വരണേ. ഇനി ഒരാഴ്ച ഇവിടെയാണ്, അല്ലെങ്കിൽ ഒരു മാസം വെച്ചാൽ ഒരു മാസം ഇവിടെയാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഉത്സവമൊക്കെ കഴിഞ്ഞതിന് ശേഷമേ പോവുള്ളൂ. അപ്പോൾ അത് എത്തിയെന്നുള്ള ഉറപ്പ് വരുത്തണം കേട്ടോ നാരദ എന്നാണ്. അപ്പം ഇങ്ങനെ ക്ഷണിക്കാനും കൂട്ടിക്കൊണ്ടുവരാനും നാരദനല്ലാതെ കണ്ട് ആർക്കും പറ്റില്ല. ഭൃഗു ഒരിക്കലും ഇതുപോലെ ഒരു കാര്യത്തിന് സപ്താഹത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്നുണ്ട്. ഭൃഗു ഭഗവാനാണ്, ഭൃഗു ഭഗവാന്റെ അവതാരമാണ്. അപ്പം അങ്ങനെ യഥാവിധിയാണ് കല്യാണത്തിൻ്റെ ആലോചന തൊട്ട് സപ്തർഷികൾ ചെയ്തതും ഇപ്പോൾ ഇതാ ക്ഷണിക്കാൻ നാരദൻ പോകുന്നതും. അപ്പോൾ അവിടെ ഉറപ്പിച്ചു രുദ്രൻ, ഈ പ്രകാരത്തിലൊക്കെ വേണം കേട്ടോ, എല്ലാവരും ഇവിടെ എത്തിയെന്നുള്ള ഉറപ്പ് വരുത്തണേ. ശരി, ആ റിപ്പോർട്ട് ചെയ്യണേ. അതാണ്. രുദ്രൻ ഗണമൊത്തു കാത്തിരുന്നു ഹരി ബ്രഹ്മാവും ഇന്ദ്രനും സർവരും എത്തുവാൻ. ഭൂതഗണങ്ങൾ സദാ നൃത്തം വയ്ക്കവേ സുന്ദരനായി ലക്ഷ്മിയൊത്തെത്തി ശ്രീഹരി. സുന്ദരനായി ലക്ഷ്മിയൊത്തെത്തി ശ്രീഹരി. വിഷ്ണു നമിച്ചു ശിവനെ യഥാവിധി പിന്നെ സ്വഗേഹത്തിൽ വാണു ശ്രമിക്കുവാൻ. ബ്രഹ്മാവും ശക്രനും ദേവകളൊക്കെയും എത്തി ദേവർഷി ക്ഷണിച്ച സുഹൃതികൾ. ആദ്യം വിഷ്ണു വന്നു, പിന്നെ ബാക്കിയുള്ള എല്ലാവരും അവിടെ എത്തിയെന്ന് പറയാണ്, ഉറപ്പിച്ചു.
ഉത്സവമാക്കി സമ്മേളനം സിദ്ധരും നാഗർ മുനികൾ ഉപദേവർ സർവരും ഗന്ധർവർ പാടിയും അപ്സരസ് നൃത്തവും വാദ്യഘോഷം വേദമന്ത്രസ്തുതികളും ആലോചനായോഗം ചെയ്തു വിഷ്ണു തഥാ ഘോഷമാക്കാൻ വരയാത്രാ മഹോത്സവം സ്വന്തം വിവാഹമായി കണ്ടു സേവിച്ചവർ അപ്പോഴെത്തി സപ്തമാതാക്കൾ പുത്രിമാർ. ഇപ്പോൾ ഇവിടെ ഒരു ആലോചനായോഗം നടന്നു. എങ്ങനെയത്? എൻ്റെ വിവാഹം ഞാൻ എങ്ങനെയാണോ നടത്തുന്നത്, എൻ്റെ മകളുടെ വിവാഹം ഞാൻ എങ്ങനെയാണോ നടത്തുന്നത്, ഇങ്ങനെയുള്ള രീതിയിൽ എനിക്ക് വേണ്ടിയിട്ടാണ് അതിൽ പങ്കെടുക്കുന്നത്, ഞാൻ തന്നെ അത് ചെയ്യണത്. ആ രീതിയിലാണ് ശിവൻ്റെ കല്യാണത്തിന് ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ഭാഗം ചെയ്തത് എന്ന് പറയാണ്. അപ്പോഴേക്ക് അവിടെ മറ്റേ ശാക്തേയമായിട്ടുള്ള സപ്തമാതൃക്കളെ തൊട്ടുള്ള അവരുണ്ട്. ഈ 30 മുക്കോടി അവരുടെ ഭൂതഗണങ്ങളുണ്ട് 66 കോടി. അവരൊക്കെ വരും, എല്ലാവരും വന്നു എന്നാ. എന്നിട്ടോ മണ്ഡപാതി തൊട്ടൊക്കെ അലങ്കാരം അങ്ങനെയൊക്കെ ചെയ്യാൻ, അതൊക്കെ എല്ലാവരും ചെയ്യാം ഉത്സാഹിച്ചിട്ട്. നന്നായി അലങ്കാരം ചെയ്തു. രുദ്രതനു ശേഷൻ ചന്ദ്രൻ ശിരസിൽ, മുടിക്കുള്ളിൽ ഗംഗയും നെറ്റിത്തടം 3 തൃക്കണ്ണിൽ ഗോപിയായി, സർപ്പം തള വള കണ്ഠത്തിൽ മാലയുമായി, കണ്ഠത്തിൽ മാലയായി, ഭസ്മം കുറികളായി, ചന്ദനം കുങ്കുമം ആനത്തോൽ കൗശേയപ്പട്ടായി മാറിയും ഏറ്റവും സുന്ദരനായി ഹരിസമൻ 8 തരം സുരർ കോമളഗാത്രരായി. മഹാദേവൻ്റെ മറ്റ് അലങ്കാരങ്ങളൊക്കെ കഴിഞ്ഞു. മണ്ഡപാതി കാര്യങ്ങൾ ഇതൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തു. മഹാദേവനെ അലങ്കരിച്ചു. ഇതെങ്ങനെയാ വെച്ചാൽ നമ്മൾ ഈ കല്യാണത്തിന് പോണ വീടുകളിൽ ഒരുക്കങ്ങൾ രാവിലെ നേരത്തെ നീട്ട്, അപ്പോൾ 6 മണിക്കാണ് ഇവിടുന്ന് പോകേണ്ടത് എന്ന് തീരുമാനിച്ചാൽ വെളിച്ചാവണേൻ്റെ മുന്നേ അവിടെ എത്തുക, അല്ലെങ്കിൽ വെളിച്ചായി വലിയ താമസമില്ലാതെ എൻ്റെ അവിടെ എത്തുക എന്നൊക്കെ വിചാരിച്ചിട്ടാണല്ലോ ഒരുങ്ങുക. അപ്പോൾ ഗംഭീരമായിട്ട് വെളിച്ചാവണേൻ്റെ മുന്നേ തന്നെ ഈ പട്ട് വസ്ത്രങ്ങളൊക്കെ ധരിച്ച് എന്നിട്ടാണ് പിന്നെ ഇറങ്ങുക. അപ്പോൾ അതിന് അനവധി നേരം വേണം. അതൊക്കെ കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ 12 മണിക്ക് ശേഷമാണ് കല്യാണം എന്ന് കൂട്ടുക. അത്രയും നേരം ഒന്നും ഇരിക്കാനുള്ള ക്ഷമയില്ല ഇവിടെ. മാത്രമല്ല അപ്പോഴേക്കൊക്കെ വേർത്ത് കുളിച്ചേ. അപ്പോൾ ആദ്യത്തെ ആ ഒരുക്കവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഇപ്പോൾ കല്യാണം നടക്കാച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. അവിടെ ചെന്നിട്ട് ഈ കാലതാമസങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റേതായ ശാരീരികമായ പല പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ പിന്നെ അത് അത്രയും കൊണ്ട് വേണ്ട പോലെ നേരെയാവില്ല. കല്യാണം നേരത്തെ വെച്ചാൽ കുഴപ്പമില്ല, ഒക്കെ ഭംഗിയായിട്ട് നടക്കും. അതല്ലാച്ചാൽ ഊണ് കഴിക്കാനുള്ള തിരക്കായി, കാപ്പി കഴിക്കാനുള്ള തിരക്കായി, പറഞ്ഞില്ലേ പലതുമായി, പിന്നെ പോകാനുള്ള തിരക്കായി. ഇങ്ങനെ കല്യാണത്തിന് കൂടുതൽ ഒരു വഴിപാടായിട്ട് മാറുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ ഒരുക്കങ്ങൾ, ഈ ഒരുങ്ങലുകൾ, അലങ്കരിക്കലുകൾ, ഓരോരുത്തരെയും സുന്ദരരാക്കി തീർക്കൽ, ഇതൊക്കെ അവരവരും ചെയ്യും, മറ്റുള്ളവരെയും ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ ചെയ്ത് ഇത് സ്ഥായിയായിട്ട് നിൽക്കുന്ന എത്ര കാലമാണോ വെച്ചാൽ അത്ര കാലം. അവിടെ വേഷം മാറ്റാൻ ഒരു പ്രയാസമില്ല. വിചാരിക്കുകയേ വേണ്ടൂ, പച്ച നിറം ചുവപ്പായിട്ട് മാറും. കളർഫുള്ളാണ്. അവിടെ മഹാദേവൻ്റെ ഈ ഓരോ ആഭരണങ്ങളും ആടയും ഒക്കെ വൈഷ്ണവ തുല്യമാക്കി, സാത്വികമാക്കി തീർത്തു, ആകർഷകമാക്കി തീർത്തു, സുന്ദരമാക്കി തീർത്തു. അതിനാരും പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. പാമ്പ് വളയായി മോതിരായി, ഭസ്മക്കുരയൊക്കെ ഗോപിക്കുരയായിട്ടാണ് മാറി. അത്രയേ ഉള്ളൂ. സ്വയമേവ മാറുക, ആരും ഒന്നും ചെയ്യണ്ട. അപ്പോൾ എല്ലാവരും അതീവ സുന്ദരന്മാരായിട്ട് തീർന്നു. ഇതൊന്നും മേനയും കണ്ടിട്ടില്ല, പാർവതിയും കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ ലോകർ മുഴുവനെ കണ്ടു. അതാണ്. അതായത് അവിടെ ചെന്ന് ഇനി ആദ്യം ലീലുണ്ടേ അതുകൊണ്ടാ. ഇതൊക്കെ ചെന്ന് പറയും, ഇങ്ങനെയൊക്കെ അതീവ സുന്ദരന്മാരാണ് കേട്ടോ എന്നൊക്കെ പറയും അവർ. പക്ഷെ കാണുമ്പോൾ ശിവൻ അവിടെ ചെറിയൊരു മായ കാണിക്കും. മേനയ്ക്ക് ആദ്യം സംശയവും. അതാണ്. ചൊല്ലി അവർ ശിവനോടായി കുതൂകികൾ, ഗൗരിയെ വേൾക്കാൻ ഗമിക്കാം സുഘോഷമായി. ശ്രീവിഷ്ണുവും ചൊല്ലി ഭക്തജനഹിതം, ഗൃഹ്യ സൂക്ത വിധി വേളി നിയമമായി. ഇപ്പോൾ ഒരു ഗൃഹത്തിൽ ഇപ്രകാരത്തിലൊക്കെ വേണം ഒരുങ്ങലുകൾ. അതേപോലെ ഒരു മംഗളം നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് വേദസ്തുതി, ദാനം തൊട്ടുള്ള അനവധി ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകളൊക്കെ നമ്മൾ ആയനോണിന് ചെയ്യണ പോലെ, തലേ ദിവസം ചെയ്യണ പോലെ അനവധി ബ്രാഹ്മണർക്ക് കുറേ ചടങ്ങുകളുണ്ടല്ലോ. അതെല്ലാം കുളി തൊട്ടുള്ള കുളി, ഊണ്, ദാനം, പൂജ, അങ്ങനെ പലതുമുണ്ട്. അതെല്ലാം നന്നായിട്ട് തന്നെ ചെയ്യണം. ഇതൊക്കെ ഇനി അനുകരിക്കാൻ പോകും. അതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വിധിവശാൽ തന്നെയാണ്. വേദം വിധിച്ച മുക്തിദീപത്തിൽ എന്താ പറഞ്ഞാൽ അതേപോലെ നടക്കുക. വേണ്ട വിധം വേളി വേദം വിധിച്ചപ്പോൾ നന്നായി നടത്താം അനുകരിക്കും ദ്വിജർ,
വിഖ്യാതമാകും കുലധർമ്മമായി വരും നാന്തിമുഖശ്രാദ്ധം ചെയ്യണം ദാനവും. അപ്പോൾ പുണ്യാഹം തൊട്ട് നാന്തിമുഖശ്രാദ്ധമൊക്കെ ചെയ്തതിൻ്റെ ശേഷം, അതേപോലെ തന്നെ ഈ കല്യാണത്തിന് മുന്നേതായിട്ട് ദേവ ഋഷി പിതൃ സസ്യ തിരക്ക് ഈ പഞ്ചയജ്ഞാദികളൊക്കെ പൂർത്തീകരിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതെല്ലാം ഇവിടെ നടത്തുക തന്നെ ചെയ്തു അവർ. അതുപോലെ ഈ മുഹൂർത്തം നോക്കിയിട്ട്, അതേപോലെ ഈ ദിവ്യമായിട്ടുള്ള ഒരു സ്ഥാനം, ദേശം കാലം ഇതൊക്കെ നന്നാവണേ. അപ്പോൾ അതൊക്കെ നല്ല ദേശത്ത് ഒരു മണ്ഡപം ഉണ്ടാക്കി, ദേശം വെച്ചാൽ ആ ഭൂമിയിൽ നമ്മൾ വീടിന് കുറ്റിയടിക്കാൻ പോകുമ്പോൾ എങ്ങനെയാണ്, അതേപോലെ യാഗത്തിന് ഈ ഹോമകുണ്ടം ഉണ്ടാക്കേണ്ട ഒരു സ്ഥലമുണ്ട്. എവിടെയാണ് ഹോമകുണ്ടം വേണ്ടത്, എവിടെയാണ് പത്നിശാല വേണ്ടത്, എവിടെയാണ് ഈ പാചകശാല വേണ്ടത്, എവിടെയാണ് അന്നദാന ഹാൾ വേണ്ടത്, എവിടെയാണ് സദസ്യരിക്കേണ്ടത്, എവിടെയാണ് ഹോതാക്കളിരിക്കേണ്ടത്, അതിനൊക്കെ നിയമങ്ങളുണ്ട്. അപ്പോൾ ആ നിയമങ്ങളൊക്കെ അനുസരിച്ച് അതേ രീതിയിൽ ഒരുക്കണം. ഇവിടെയൊക്കെ അതുണ്ട്. ഈ യാഗം ഹോമമൊക്കെ ഇവിടെ ഉണ്ട്. ഹോമാചാരത്തോട് കൂടിയിട്ടാണ് വേളിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് ഈ സദസ്യരും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതിന് ചില മണ്ഡപം ഉണ്ടാക്കുക, അതൊക്കെ നിർബന്ധമാണ്. അതിനൊക്കെ കുറ്റിയടിക്കുക, ഗംഭീരമായിട്ടുള്ള പണി, ഇതൊക്കെ പക്ഷേ നിമിഷം നേരെ വേണ്ടു. നമുക്ക് കൊല്ലങ്ങൾ വേണം, അത്രേ വ്യത്യാസമുള്ളൂ. മണ്ഡപസ്ഥാപനം നന്നായി നടത്തണം ചെയ്തു ചടങ്ങായി പുറപ്പാട് വൈദികം. ബ്രഹ്മാവ് തന്നെ പുരോഹിതനായി സ്വയം സപ്തർഷികൾ ബ്രഹ്മപുത്രർ മഹർഷിമാർ. അപ്പോൾ മുക്തിദീപം ഉണ്ടാക്കിയത് പിന്നെ പറയപ്പെട്ടത് ബ്രഹ്മാവിൻ്റെ മുഖത്തൂടെയാണ്. അപ്പോൾ ആദ്യത്തെ പുരോഹിതനാരാ? പ്രജാപതിയായിട്ടുള്ള ബ്രഹ്മാവാ. ആ ബ്രഹ്മാവ് തന്നെ ഇവിടെ പുരോഹിതനായി, ഓക്യനായി എന്നർത്ഥം. വൈദികൻ തന്നെ ഓക്യനാ. ദേവർഷി ബ്രഹ്മർഷി ബ്രഹ്മചാരി വടു ഗൗതമൻ കണ്ണൻ അഗസ്ത്യൻ ചവേനനും കൗൽസൻ കുശീകൻ ഉപമന്യു ശക്രിയും ഗർഗൻ ദധീജി ഭരദ്വാജൻ ഭാസുരി പിപ്പലാദൻ തൊട്ട് സർവരും ശിഷ്യരും എത്തി ശിവനാൽ ക്ഷണീതർ വിശിഷ്ടരായി ബ്രഹ്മാവിൻ പ്രേരിതരായി വേദമോദിനാൻ അഭ്യുദയം നേടാൻ ലോക സുഖത്തിനും. എല്ലാവരും വന്നു. എല്ലാ മഹാഋഷികളും അവരുടെ 10,000 ശിഷ്യന്മാരും, ദേവർഷി ബ്രഹ്മർഷി രാജർഷി എല്ലാവരും ഉണ്ട്. അതേപോലെ വടുക്കൾ ബ്രഹ്മചാരികൾ, നിത്യബ്രഹ്മചാരി, നൈഷ്ഠിക ബ്രഹ്മചാരികളുണ്ട്. അപ്പോൾ നാരദനൊക്കെ അതിലെ പെടാം. ദേവർഷിയാണ്, അതേപോലെ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. സനകാദികൾ, നവയോഗികൾ, ഇവരൊക്കെ അതിൽപ്പെടും. അപ്പോൾ അങ്ങനെ എല്ലാവരും എത്തിയെന്നാണ്. ഇവരൊക്കെ അവരവരുടേതായിട്ടുള്ള ഭാഗങ്ങളെ ചെയ്തു. വേദം ചെല്ലാച്ചാൽ അത്, ഹോമം ചെയ്യാച്ചാൽ അത്, അതെല്ലാം മറ്റെന്തെങ്കിലും ചെയ്യാച്ചാൽ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ലോകസുഖത്തിനും ഇവരുടെ അഭ്യുദയത്തിനും. ഇവർക്ക് എന്താ അഭ്യുദയം വേണ്ട? ഒന്നും വേണ്ട കേട്ടോ. ശിവൻ്റെ ഒപ്പം അങ്ങനെ ഇരിക്കുകയാണ്. എന്നാലും ശരി, അങ്ങനെയാണ് പറയുക, അഭ്യുദയം എന്നാണ് പറയുക. അത് നിലനിൽക്കണേ, അത് യോഗക്ഷേമം വേണ്ടി. അതാ 3 വേദം സൂക്തം ഉത്തമം ചൊല്ലവേ ശംഭുവേ നന്നായി അറിഞ്ഞു സകലരും. വിഘ്നശാന്തിക്കായി വിഘ്നേശ ഹോമവും ചെയ്തു നവഗ്രഹ പൂജയും ദാനവും. അപ്പോൾ ഗണപതി ഹോമം തൊട്ടുള്ള സകല കാര്യങ്ങളും അവിടെ ചെയ്തു എന്നാ. സുഹൃത ഹോമായാലും മൃത്യുഞ്ജയ ഹോമായാലും സുദർശന ഹോമായാലും തിലഹോമായാലും പിന്നെ മറ്റ് ഹോമാചാരങ്ങൾ കുറേയുണ്ട്. അത് മുഴുവൻ അവിടെ ചെയ്തു. ഒരു പ്രതിഷ്ഠയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടത്, ഒരു നവീകരണ കലശത്തിന് എന്തൊക്കെയാണ് വേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ചെയ്തു എന്നാ. വളരെ വിസ്തരിച്ചാ വേളിക്രിയ പറഞ്ഞാൽ നമ്മളിപ്പോൾ ആ ഒരു കൈ പിടിക്കുന്നതിൻ്റെ മുന്നേ ഒരു ചെറിയൊരു ഹോമം ഏർപ്പാടും, അത് കഴിഞ്ഞാൽ ഹോമം മുഴിപ്പിക്കുകയും ചെയ്യും. അത്രയേ ഉള്ളൂ. അങ്ങനെ സന്യസിക്കാൻ പോകണ്ടാട്ടോ, ഒരു ഇതാ കന്യ കണ്ടവിടെ കല്യാണം കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുകയും കൈ പിടിച്ചു ഗൃഭ്ണാതി ദേ സൗഭഗത്വായ ഹസ്തം മയാപത്യ ജലദഷ്ട യഥാസ. അത്രയേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞു. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ വളരെയധികം വിസ്തരിച്ചാണ് എന്ന് പറയുകയാണ്. വൈദിക താന്ത്രിക ലൗകിക പൂജകൾ ചെയ്തു യഥോചിതം രുദ്രതുഷ്ടിക്കുടൻ. പിന്നീട് രുദ്രൻ ഇവർക്കൊപ്പം യാത്രയായി പർവ്വത ഗേഹത്തിലെത്തുവാൻ വേൾക്കുവാൻ. അപ്പോൾ മുഹൂർത്തം പറയുമ്പോൾ ഇന്നന്ന ഗ്രഹങ്ങൾ, ഇന്നന്ന രാശികൾ, ഇന്നന്ന സ്ഥലത്ത് നിൽക്കുക, അങ്ങനെയൊക്കെ ചില കണക്കൊക്കെ ഉണ്ട്. അതൊക്കെ മുഹൂർത്തത്തിൻ്റെ പ്രത്യേകതയാണ്. അതൊക്കെ കണക്കാക്കിക്കൊണ്ടാണ് ഇവിടെ തന്നെ ഈ ആരംഭം കുറിച്ചത്. പിന്നെ യാത്രയ്ക്ക്, അതേപോലെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വിവാഹത്തിന്, അതിന് മുന്നേ നിശ്ചയം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം. ഇങ്ങനെ എല്ലാതും വളരെ ആസൂത്രിതമായി തന്നെ ചെയ്യാൻ അവരെല്ലാവരും തയ്യാറായി. അങ്ങനെ എല്ലാവരും യാത്രയ്ക്ക് ഒരുങ്ങി. ആ യാത്ര എന്നുള്ളത് ഭൂതഗണങ്ങളുടെ പേരുകളൊക്കെ പറയുന്നുണ്ട് ധാരാളമായിട്ട്. അപ്പോൾ കുറച്ച് പേരുകൾ എഴുതി, അതൊന്ന് വായിക്കാം.
ചൊല്ലി വിധി മുനെ യാത്രയ്ക്കായി ശങ്കരൻ നന്ദി മുതൽ ഭൂതക്കൂട്ടങ്ങൾക്കൊക്കെയും ആജ്ഞ നൽകി ചിലർ കാവലായി നിൽക്കണം, മറ്റുള്ളവർ പോരണം എന്നൊപ്പം ഘോഷമായി. അപ്പോൾ ഈ 66 കോടി ഭൂതഗണങ്ങളെ ഒന്നിച്ചാണ് കൊണ്ടുപോയില്ല. കുറച്ച് ആൾക്കാർ കൈലാസത്തിൽ കാവൽ നിൽക്കട്ടെ. നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ അങ്ങനെയല്ലേ, വീട് അടച്ചു പോകാറില്ല, കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ടാവും. ഇതൊക്കെ അതിൻ്റെ നിയമമാണ്. കാരണം ഈ ഗാർഹപത്യ അഗ്നി കെടാൻ പാടില്ല. അതിനിവിടെ സൂക്ഷിപ്പുകളൊക്കെ വേണം. ഇന്ന് ഗാർഹപത്നി അഗ്നി ഇല്ലാത്തത് കൊണ്ട് പിന്നെ അത് കെടില്ല. അഗ്നി ഉണ്ടെങ്കിലല്ലേ കെടുള്ളൂ. അപ്പോൾ അങ്ങനെയല്ല, ഇവിടെ പലതും ഉണ്ട്. ഈ അഗ്നി പറഞ്ഞ തീ മാത്രമല്ലേ, അതിൻ്റെ ബാക്കിയുള്ളതൊക്കെ ഉണ്ട്. നിത്യം ദേവാലയം, നിത്യം പലതും ചെയ്യാനുണ്ട്. ഒന്നും ചെയ്യണില്ലല്ലോ നമ്മളെ, അപ്പോൾ നമുക്കൊന്നും അറിയില്ല. അതാണ്. അപ്പോൾ എല്ലാം വേണം. എല്ലാം ചെയ്താൽ മാത്രമേ വേണ്ട പോലെ അതിൻ്റെ ഫലത്തെ കിട്ടുള്ളൂ. ഫലം കിട്ടാത്തത് എന്തുകൊണ്ടാണ്? വേണ്ടത് ചെയ്യാഞ്ഞിട്ടാണ്. ഇതൊക്കെ എന്തിനാ ചെയ്യണതെന്ന് ചോദിക്കുന്നവരായിപ്പോയി നമ്മളെ, ഈ പുരാണ പരിചയമില്ലാത്തതുകൊണ്ടേ. വൈദികന്മാർക്കും താന്ത്രികന്മാർക്കും പുരാണ പരിചയമില്ല വെച്ചാൽ അവർ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലമില്ല എന്നുള്ളത് പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ വൈദിക ആ ചടങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പരിഹാരം ചെയ്യുകയാണെന്ന് വെച്ചാൽ അത് പുരാണ പാരായണത്തോട് കൂടിയിട്ട്, ഗീതാപാരായണത്തോട് കൂടിയിട്ട്, ഉപനിഷത്ത് പാരായണത്തോട് കൂടിയിട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ വേദസൂക്തങ്ങൾ ചൊല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈദിക താന്ത്രിക കർമ്മങ്ങൾ മാത്രം പോരാ. ഒരു പരിഹാരം ചെയ്യാണ്, പ്രേതാവാഹനം ചെയ്യാണ്, പ്രേതങ്ങളെ ആവാഹിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യണം. അത് വൈദികർക്കും താല്പര്യമില്ല, ഈ താന്ത്രികർക്കും താല്പര്യമില്ല. അതെന്താ? പുരാണ പരിചയമില്ലായിട്ടാണ്. പുരാണം പറയുന്നയാൾ സൂതൻ എന്നുള്ള നിലയ്ക്ക് പതിത്വമുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ട് പരത്തുക. പിന്നെയോ ഈ ഉത്സവമായിട്ട് നടക്കുന്ന സപ്താഹങ്ങളോ നവാഹങ്ങളോ ഒക്കെ അന്നദാനത്തിനും അതിൻ്റെ അലങ്കാരങ്ങൾക്കും മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുറേ പാട്ടും കൂത്തും ഓർക്കസ്ട്രയും അങ്ങനെയാണ്. അപ്പം അത് പോരാ. എന്താ വേണ്ടത്? എന്താ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അത് മാത്രമേ പറയണ്ടൂ അവിടെ. ആ രീതിയിൽ വേണം ഉത്സവങ്ങളൊക്കെ. അതേപോലെ തന്നെ ഈ വൈദിക താന്ത്രിക ചടങ്ങുകൾ നടക്കുമ്പോൾ നവീകരണ കലശായാലും അവിടെയും ഇതൊക്കെ വേണം. അപ്പോൾ വായന നടത്താൻ നിർത്തിയില്ല. എന്താ കാരണം? ഈ ഘോഷം ഒഴിവാകുകയെ. അവിടെ ഘോഷമില്ലാതെ കണ്ട് മുറവായനയായിട്ടോ മുറ ജപമായിട്ടോ, ഇപ്പോൾ വേദാണിച്ചാൽ മുറ ജപം എന്നാ പറയുക. അതേപോലെ ലക്ഷാർച്ചനകൾ. അപ്പോൾ മൈക്കില്ലാണ്ട് പറ്റില്ല തോന്നുക. മൈക്കൊന്നും വേണ്ട ലക്ഷാർച്ചനയ്ക്ക്, ഭഗവാനെല്ലാം കേൾക്കും. ഈ ശബ്ദ കോലാഹലം കാരണം കൊണ്ട് അതിൻ്റെ മറ്റ് ശുദ്ധികളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അതൊന്നും പാടില്ല. അതിനെല്ലാം സമയമുണ്ട്. എത്രയോ ദിവസം, 11 ദിവസമൊക്കെ വേണം നവീകരണ കലശത്തിന്. അപ്പോൾ അതിൽ ഈ പുരാണത്തെ പാരായണം ചെയ്യുക എന്നത് വേണം. അതിനൊരു പ്രത്യേകമായിട്ടുള്ള ശക്തി ഈ ബ്രഹ്മ തേജസ്സിനെ കൊടുക്കാൻ സാധിക്കും. ജീവകലശം, ബ്രഹ്മകലശം, ദ്രവ്യകലശം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ചെയ്താലേ ഏതാവുള്ളൂ. 1000 കുടം 1000 കലശങ്ങൾ നിറച്ച് വേണ്ട വിധി പ്രകാരം 11 ദിവസങ്ങളെ കൊണ്ട് എല്ലാ പരിഹാരങ്ങളും ചെയ്ത് ഈ ദേവാലയം എന്ന ആ ശരീരത്തെ നന്നായിട്ട് തന്നെ പുഷ്ടിപ്പെടുത്തി അതിൻ്റെ എല്ലാ കേടുപാടുകളും തീർത്ത് പുത്തനാക്കി തീർത്ത് ഒരു പുതിയ ശരീരത്തെ അതിൽ അതീവ ചൈതന്യവത്താക്കിയിട്ട് ഈ ബിംബത്തെ പ്രതിഷ്ഠിക്കുക എന്നതാണ്. പ്രതിഷ്ഠിച്ചതായിട്ടുള്ള ബിംബത്തെ വീണ്ടും ചൈതന്യവത്താക്കി തീർക്കുക എന്നതാണ്. നവീകരണ കലശം എന്ന് പറഞ്ഞാൽ 12 കൊല്ലം കൂടുമ്പോൾ നടത്തേണ്ടതാണ്. അപ്പോൾ അവിടെ ഇതൊക്കെ വേണം. ഇതൊക്കെ അതിൻ്റെ ഈ പൗഷ്ടികമാണ്, പുഷ്ടിക്ക് കാരണമാണ്. അപ്പോൾ അതിന് ഈ ഇതൊക്കെ വേണമെന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇത് പറയാനുള്ള കാരണം എന്താ? എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നിട്ടാണ് യാത്രയായത്. കല്യാണത്തിനാണേ. മഹാദേവൻ്റെയും പാർവതിയുടെയും കല്യാണത്തിന് പോകുമ്പോൾ അപ്പോഴൊക്കെ ഇത് വേണമെന്ന് നമ്മൾ ധരിച്ചിട്ടന്നില്ല. നാന്ദിമുഖം തൊട്ടിട്ട് തുറക്കണം എന്നാണ്. നാന്ദിമുഖം എന്ന് വെച്ചാൽ നാന്ദി പറഞ്ഞാൽ ആദ്യം തുടക്കമാണ് നാന്ദിമുഖേ. നമ്മളിപ്പോൾ ആകെ ചടങ്ങിന് ആ നാന്ദിമുഖം ചെയ്യുക, പുണ്യാഹത്തിന് തൊട്ട് മുന്നേ ആയിട്ടൊരു ആചാര്യ അല്ലെങ്കിൽ കുറച്ച് ബ്രാഹ്മണർക്ക് ഒരു ചെറിയ ദക്ഷിണ കൊടുക്കും. അതാണ് നാന്ദിമുഖം. കൊറിയിടാനും കൊടുക്കും, പൂച്ചൂടാനും കൊടുക്കും. അതാണ് നാന്ദിമുഖം. അപ്പോൾ അങ്ങനെയൊന്നും പോരാ. കല്യാണത്തിന് പോകുമ്പോൾ ഇതെല്ലാം ചെയ്യണം എന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഉപദേശാദി കാര്യങ്ങളൊക്കെ ചെയ്തു. അരുന്ധതി തന്നെയാണ് നേരിട്ട് കന്യകയ്ക്ക് ഉപദേശം കൊടുത്തത്. അതൊക്കെ പുരാണത്തിൽ പെട്ടതാണ്. അപ്പം ഇങ്ങനെ
ഓരോരുത്തർക്കും ഓരോരോ ഡ്യൂട്ടികളെ കൊടുത്തു. ആ ഡ്യൂട്ടികൾ ഇവിടെ കാവലാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഈ കാവലിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത്. എന്ത് ദൈനംദിനമായിട്ടുള്ള അഗ്നിഹോത്രാദി കാര്യങ്ങളൊക്കെ മുടങ്ങാതെ കണ്ട് ഈ ഗാർഹപത്യ അഗ്നി കെടാതെ കണ്ട് സൂക്ഷിക്കണം. ഇവിടെ മഹാദേവന് ഗാർഹപത്യ അഗ്നി ഇല്ല. ഞാൻ ഇതിനു മുന്നേ വേളി കണ്ടിട്ടുമില്ല, എനിക്കിട്ട് വേളിയെ പറ്റി അറിയില്ല എന്നേ മഹാദേവൻ പറഞ്ഞത്. മുക്തിദീപം ഉണ്ടാക്കിയ മഹാദേവനെ അതൊക്കെ ഞങ്ങൾ നേരെയാക്കി തരാം. ഇത് അതാണ്. അപ്പോൾ അവിടെ എല്ലാറ്റിനും നിയമം വന്നു. ആജ്ഞയായിട്ടാണ് ബ്രഹ്മാവ് തന്നെ പറഞ്ഞത്. ചൊല്ലി വിധി മുനെ യാത്രയ്ക്കായി ശങ്കരൻ നന്ദി മുതൽ ഭൂതക്കൂട്ടങ്ങൾക്കൊക്കെയും ആജ്ഞ നൽകി. ചിലർ കാവലായി നിൽക്കണം, മറ്റുള്ളവർ പോരണം എന്നൊപ്പം ഘോഷമായി. പിന്നെ ഗണേശൻ വിശാഖനും ശംഖകർണൻ കേകരാക്ഷൻ കപാലനും പാരിജാതൻ വികൃതാനനൻ കന്തുകൻ കേശികൻ സന്ധാരകൻ കുണ്ടൻ പർവ്വതൻ കാലൻ മഹാകാലൻ അഗ്നികൻ പിപ്പലൻ ആവേശനൻ ചന്ദ്രതാപനൻ കോകിലൻ ആദിത്യമൂർത്തൻ ധനവാഹനൻ കുണ്ടൻ അഗ്നിമുഖൻ കാകപാദോദരൻ നീലൻ മേഘമന്യു മധുപിംഗൻ അഹിരോമകൻ താലകേതു ചൈത്രൻ ലോകാന്തകൻ വൃഷൻ വീരഭദ്രൻ നന്ദി ദീപ്താത്മാ ഷൺമുഖൻ കാഷ്ഠാഗൂഢൻ ലങ്കുലീശൻ ലോകാന്തകൻ ദേവദേവപ്രിയൻ ഭൃംഗീരടി തൊട്ട് ദൈത്യാന്തകൻ കരണൻ ഭാനുകൻ തഥാ കോടി കോടി ഗണം ഭൂതങ്ങൾ നാഥരും ഭൈരവൻ ക്ഷേത്രപാലർ ഗണം വേറെയും വാദ്യഘോഷത്തോടെ ഉത്സാഹിച്ചേവരും യാത്രയായി പർവ്വത കൊട്ടാരം ലക്ഷ്യമായി. ഇപ്പം നമ്മൾ ഭൂതഗണങ്ങളുടെ പേരുകൾ വായിക്കാൻ തന്നെ പ്രയാസം. ഇപ്പോൾ അവരുടെ രൂപം അതീവ ഭയങ്കരമാണ്. അത് മുഴുവൻ ഇതിൽ എഴുതിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത്ര മതി വിചാരിച്ചു. കാരണം അത് രൂപത്തെ വിസ്തരിച്ചിട്ടില്ല, പക്ഷേ പേരുകൾ കുറേ പറഞ്ഞിട്ടുണ്ട്. 100 ചില്ലാനം പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയൊന്നും ഞാൻ എഴുതിയിട്ടില്ല. എല്ലാവരും കൂടിയിട്ട് ഈ ഹിമവാൻ്റെ കൊട്ടാരത്തിലേക്ക് യാത്രയായി. വാദ്യഘോഷത്തോടെയാണ്. എല്ലാവർക്കും ഈ ഗന്ധർവന്മാരൊന്നും വേണ്ട അവിടെ, ഇവർക്ക് അറിയാതൊക്കെ. എന്നാലും അവരൊക്കെ ഉണ്ട്. ഇനിയും അതാണ്, ഗന്ധർവന്മാരുണ്ട്, അപ്സരസ്സുകളുണ്ട്, എല്ലാവരും ഉണ്ട്. 1000 കൈകൾ ശിരസിൽ ജടയുമായി ഗംഗയും ചന്ദ്രനും നീലകണ്ഠർ ഭടർ മുക്കണ്ണർ രുദ്രാക്ഷമാല ധരിച്ചവർ ഭസ്മക്കുറി കിരീടം വള കുണ്ടലം ഭൂതഗണം 66 കോടി ഒപ്പം സുരഗണം വിപ്ര ഋഷി മുനി. ഇവർക്കൊക്കെ ശിവ തുല്യതയുണ്ട്. അത് കാരണം 3 കണ്ണും ഈ ശിവൻ്റേതായിട്ടുള്ള വേഷഭൂഷാദികളും ഒക്കെ ഒരു വ്യത്യാസമില്ല. കണ്ട എല്ലാവരും ശിവന്മാരാണ്. നമ്മൾ കല്യാണത്തിന് വരുമ്പോൾ വരൻ്റെ അതേ തരത്തിലുള്ള കോടി മുണ്ടും കോടി ഉടുപ്പുകളൊക്കെ ഇട്ടിട്ട് വേണം എല്ലാവരും ചെല്ലാനെന്നാണ്. വരനെ കണ്ടാൽ തിരിച്ചറിയരുത്, അത്ര തുല്യത ഉണ്ടാവണമെന്നാണ്. എന്നാലും വരന് ചില ചില്ലറ മാറ്റങ്ങളൊക്കെ അവിടെ ഉണ്ടാവുകയും ചെയ്യും. അതങ്ങനെയാണ്. അത് പ്രകൃതിയാൽ കൊടുക്കുന്നതാണ്. വരനും വധുവിനും ഈ പ്രകൃതി കൊടുക്കുന്നതായിട്ടുള്ള ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട് ആ സമയത്ത്. അതിപ്പോൾ അലങ്കരിച്ചാലും അലങ്കരിച്ചില്ലെങ്കിലും അത് ഭഗവാൻ കൊടുത്തിരിക്കും. അത് നല്ലോണം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ തേജസ് ആ സമയത്ത് മാത്രമേ കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെയൊക്കെ കഷ്ടമാവും, മുന്നേയും കഷ്ടമാവും. പക്ഷേ അതൊരു പ്രത്യേകതയാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ വരണു? പൈസ ഇല്ലാത്തവരും അങ്ങനെയുള്ള കല്യാണങ്ങൾ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ കണ്ടമാന ആഭരണങ്ങളോ അത് വില കൂടിയ വസ്ത്രങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കുറിക്കൂട്ടുകളോ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് അലങ്കരിച്ച് കേമായിട്ട് മറ്റേ മൈലാഞ്ചിയൊക്കെ ഇട്ട് അങ്ങനെയുള്ളൊന്നും ഉണ്ടാവില്ല. പക്ഷേ എങ്കിലും ആ സമയത്ത് ഒരു തേജസ്, ഈ വിവാഹ സമയത്ത് അത് പ്രകൃതി ഈ വധുവിനും വരനും കൊടുക്കുന്നതാണ്. യഥാവിധിയാണ് കല്യാണമെങ്കിൽ, ആലോചിച്ചുള്ള വിവാഹമാണ് എങ്കിൽ, അത് വിധി അനുകൂലമാണ് എങ്കിൽ ഒരു സംശയമില്ല. മറ്റ് അലങ്കാരങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും വന്നവരൊക്കെ അലങ്കരിച്ചാൽ വന്നുവെച്ചാലും അതിനേക്കാൾ കൂടുതൽ തേജസ് ഇവർക്കുണ്ടാവും. അതൊക്കെ പ്രകൃതി നിയമങ്ങളാണ്. നമ്മളതിനൊന്നും ശ്രദ്ധിക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സുന്ദരന്മാരായിട്ടാണ് ഭൂതഗണങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ 66 ഉണ്ട് കേട്ടോ. 66 ഭൂതഗണങ്ങളും 66 കാളികൂളി കൂട്ടങ്ങളും ഉണ്ട്. ദേവിമാരുടെ ഭൂതഗണങ്ങളുണ്ട്. ശംഭുവിൻ വേളിക്കായി കൂടി സകലരും യാത്രയായി ശംഭുവും സ്വപ്നരഥത്തിലായി. അതായത് ഇവിടെ കണ്ണടച്ചു അവിടെ എത്തി. പക്ഷേ ഈ ഘോഷയാത്ര യുഗങ്ങളോളം നീണ്ടുന്നാ. അത്രയും കൂടുതലുണ്ട്. 66 കോടി വേണ്ടേ? പിന്നെ 33 കോടി വേണ്ടേ? അതേപോലെ ഗന്ധർവര അപ്സരസ്സുകൾ, അവരുടെ നൃത്തം, പാട്ട്, കൊട്ട, ഇതിനൊക്കെ സമയം വേണേ. പക്ഷേ ഇതൊക്കെ വേഗം കഴിഞ്ഞു.
അങ്ങനെ എല്ലാവരും കൂടി യാത്രയാവണു. സ്വപ്ന സമാനമാണ് അവിടെ എത്തിയത്. സുഖം ഉള്ള പരിപാടിയാണെന്ന് വെച്ചാൽ അത് സമയം പോകുന്നത് അറിയില്ല, വേഗം പോവും. സുഖമില്ലാത്ത പരിപാടി വെച്ചാൽ ആ സമയം പോവില്ല, എത്ര അതിലാണ്ട് പോവില്ല. വേദന ഉള്ളതൊക്കെയാണെന്ന് വെച്ചാൽ അപ്പോൾ ഇവിടെ സുഖമാണ്. അപ്പോൾ അതുകൊണ്ട് സമയം പോണത് സമയം പോവില്ല. ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ വെച്ചാൽ സമയം പോണത് അറിയില്ല, സുഖത്തെ അനുഭവിച്ചിട്ടേ. സമയം ഇങ്ങനെ പോകുന്നുണ്ട്, പക്ഷേ അത് അറിയണില്ല. അങ്ങനെയാണ്. മിത്രങ്ങൾക്കുത്സവം ശത്രുക്കൾക്കു ഭയം ഉണ്ടാക്കി ചണ്ടിയും വന്നു പ്രേതോപരി. ചണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഹാദേവി സങ്കല്പ. അപ്പോൾ ആ അമ്മ പ്രേത ആസനസ്ഥയായിട്ടാണ്, പഞ്ചപ്രേതാസനസ്ഥ എന്നാണ് പറയുക. അപ്പോൾ അതിൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും ഈശ്വരനും സദാശിവനും അങ്ങനെയൊക്കെയാണ് ഈ അമ്മയുടെ ഇരിപ്പിടം. അപ്പോൾ ആ പീഠം അങ്ങനെയാണ്, അങ്ങനെ ഒരു പ്രേതോപരിയാണ് വരിക. അങ്ങനെ മഹാദേവിയും വന്നു. സ്വന്തം ശിരസിൽ സുവർണം നിറച്ചൊരു സ്വർണ്ണ കലശവും വെച്ച് മഹേശ്വരി. തലയിലൊരു കുടം സ്വർണം മഹാദേവന് കാഴ്ചയായിട്ട്. അതാണ്. സൂര്യകോടി പ്രഭ കാട്ടി ഭയങ്കരി കൊട്ടി പെരുമ്പറ ഢക്കകൾ ശംഖുകൾ. വാദ്യഘോഷം നല്ല കോലാഹലത്തോടെ നീക്കി അമംഗളം മറ്റു ഭയങ്ങളും. സാത്വികർ ദേവകർ ഒപ്പം നടന്നവർ 33 കോടി 8 തരം സുരർ. 8 തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഈ ദേവവർഗങ്ങൾ മുഴുവൻ അവിടെ എത്തി. ഈ വാദ്യഘോഷങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലുള്ള സന്താപങ്ങളെ മുഴുവൻ ഇല്ലാണ്ട് ചെയ്യുന്ന. ചില വാദ്യഘോഷങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ദുഃഖമില്ലാച്ചാൽ ദുഃഖം വന്ന്, പേടിയില്ലാച്ചാൽ പേടി വരും. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയല്ല ഇവിടെയൊക്കെ ദുഃഖമുണ്ടെങ്കിൽ ദുഃഖം തീരും, പേടിയുണ്ടെങ്കിൽ പേടി തീരും. അങ്ങനെ ഒരു രീതിയിലാണ് ഈ സുരന്മാരുടെ വാദ്യഘോഷാദികൾ. അതൊക്കെ കേട്ടു. അങ്ങനെയാണ് യാത്ര. എല്ലാവരും ഉണ്ടേ. ലക്ഷ്മീപതി താർക്ഷ്യയാനത്തിൽ മുമ്പിലായി ഛത്രപതിയായി ഗമിച്ചു സുരക്ഷകൻ. ഛത്രപതിയായി ഗമിച്ചു സുരക്ഷകൻ. വെൺചാമരം വീശി പാർഷദ സംഘവും സർവാഭരണ വിഭൂഷിതർ സർവരും. ബ്രഹ്മാവും പാർഷദ വൃന്ദവും വാണിയും കൂടെ നടന്നു വിധി നടപ്പാക്കുവാൻ. ഇപ്പോൾ ഈ വരുന്നവരൊക്കെ അവരവരുടേതായിട്ടുള്ള ഡ്രസ്സുകൾ മാത്രമേ ഇടാറുള്ളൂ, അല്ലാണ്ട് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ രീതിയിലല്ല. പക്ഷേ ഇതെല്ലാം ഒരു ടോട്ടൽ കാണുമ്പോൾ ഇതുപോലെ തന്നെയാണ് വേണ്ടത് എന്ന് തോന്നും. അത്രയും പ്രഗത്ഭമായിട്ടാണ് ഓരോരുത്തരുടെയും വേഷഭൂഷാദികൾ. അതേപോലെ തന്നെ വാഹനങ്ങൾ, ഓരോരുത്തർക്കും പ്രത്യേകം വാഹനങ്ങളുണ്ട്. ആനപ്പുറത്തുണ്ട്, മയിലിൻ്റെ പുറത്തുണ്ട്, അരയന്നത്തിൻ്റെ പുറത്തുണ്ട്, ഗരുഡൻ്റെ പുറത്തുണ്ട്, കാളപ്പുറത്തുണ്ട്. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ വാഹനങ്ങളുണ്ട്. പുലിപ്പുറത്തുണ്ട്, സിംഹത്തിൻ്റെ പുറത്തുണ്ട്, ഒക്കെ ഉണ്ട്. ഇങ്ങനെ എല്ലാവരും യാത്രയായി. വേദശാസ്ത്രങ്ങൾ പുരാണം ഉപനിഷത്ത് വിപ്രർ മുനികളും ശോഭ കൂട്ടി സദാ. അപ്പോൾ ഇവരൊക്കെ രൂപം സ്വീകരിച്ചാണ് വന്നതേ. അവരൊക്കെ സ്തുതിക്കുന്നുണ്ടെന്നർത്ഥം. അതാണ് വേദസ്തുതിയാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഐരാവതമേറി ഇന്ദ്രനും സൈന്യവും ആഡംബരം കാട്ടി ഒപ്പം നടക്കവേ യാതുധാനൻ ഭൂതം പ്രേതം പ്രമഥനും ശാകിനി വേതാളം ഒപ്പം പിശാചരം. ബ്രഹ്മരക്ഷസ് ഹാ ശ്രീനാരദൻ തുമ്പുരു പർവ്വതൻ ഗന്ധർവരേവരും. കൊമ്പും കുഴലും മുഴക്കി സ്തുതികളും ഗായത്രി സാവിത്രി ലക്ഷ്മി മാതാക്കളും. ദേവസ്ത്രീ അപ്സരസ് സർവരും തുഷ്ടരായി ആനന്ദമഗ്നരായി യാത്ര ചെയ്തു മുനേ. എങ്ങനെ മംഗളമായി നടന്നിടും ശങ്കരവേളിയിൽ എന്തു നാം ചെയ്യണം. വേദശാസ്ത്രങ്ങൾ പുകഴ്ത്തുന്ന ധർമ്മമാം നന്ദി വൃഷഭം ഹരനുടെ വാഹനം. വെട്ടിത്തിളങ്ങി ശരീരകാന്തി പ്രഭ കാട്ടി അതിന്മീതെ രുദ്രതേജസ്സതും. മുക്കോഹരേം കാണേണ്ടതാണ് അതികമനീയമാം യാത്രയും ശബ്ദം അലങ്കൃത ഭംഗിയും. 1000 സൂര്യന്മാർ ഒത്തുഗമിക്കുമ്പോൾ കണ്ടു പ്രഭ ചന്ദ്രശീതളിമയുടെ. ഏറ്റം അലങ്കൃത രുദ്രനെ കാണവേ മറ്റൊന്നും കാണണ്ട എന്നോതി സർവരും. ഇങ്ങനെ യോതി ശിവഘോഷയാത്രയെ ഗൗരിയെ വേൾക്കാൻ ഗമിക്കുന്നതായി വിധി. ഇവിടെ വേദശാസ്ത്രങ്ങളിലൊക്കെ നമ്മൾ പുരാണങ്ങളിലൊക്കെ കാണാം എങ്ങനെയൊക്കെയാണ് യാത്ര ചെയ്തായിരുന്നെന്നുള്ളതൊക്കെ. ആ രീതിയിൽ തന്നെ ഇവരെല്ലാവരും അതീവ ഘോഷത്തോടു കൂടിയിട്ട് ഉത്സാഹത്തോടു കൂടിയിട്ട് അവരവരുടേതായിട്ടുള്ള വേദാച്ച വേദം വാദ്യാച്ച വാദ്യം മറ്റേ ആറപ്പ ചാറപ്പ അങ്ങനെ പലതുമുണ്ട്. ഓരോരുത്തരും ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക.
എല്ലാം എങ്ങനെയാണ് മംഗളമാക്കി തീർക്കേണ്ടത്, ഈ ശിവൻ്റെ വേളി ലോകത്തിലൊരു അത്ഭുതമാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അതേപോലെ തന്നെ നാരദനാൽ ക്ഷണിക്കപ്പെട്ടുകൊണ്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത്. അവരവരുടേതായിട്ടുള്ള വേഷഭൂഷാദികളെ കൊണ്ട് അലങ്കൃതമാണ് ഓരോരുത്തരും. മഹാദേവൻ്റെ കാര്യം, നന്ദിയുടെ പുറത്താണ് മഹാദേവൻ ഇരിക്കുന്നത്. അതേപോലെ തന്നെ സീ ത്രൂ ആയിട്ടുള്ള ഈ സ്ഫടിക അല്ലെങ്കിൽ അങ്ങനെ ഒരു ശുഭ്രവർണ്ണനാണ് മഹാദേവൻ. ആഭരണങ്ങൾ ഇതൊക്കെ പണ്ടങ്ങൾ ഈ സർപ്പങ്ങളൊക്കെ ഉണ്ട് ആഭരണങ്ങളായിട്ട് മാറിയതാണ്. ഭസ്മം കുറിക്കോട്ടായിട്ട് മാറി അത് വളരെയധികം സുഗന്ധപൂരിതമായി സ്വയമേവ. ഇങ്ങനെ മഹാദേവൻ്റെ ജടയിൽ ഈ ജട മാറിക്കൊണ്ട് നല്ല മുടിയായിട്ടുണ്ട്. അതേപോലെ തന്നെ ചന്ദ്രശേഖരനായിട്ടുണ്ട്, ഗംഗാദേവി ഒപ്പമുണ്ട്, ഗംഗാധരൻ ആയിട്ടുണ്ട്, നീലകണ്ഠൻ ആയിട്ടുണ്ട്. ആനത്തോലും പുലിത്തോലൊക്കെ മാറി നല്ല കൗശേയപ്പട്ടായിട്ടുണ്ട്. പാമ്പ് ഒക്കെ മാറി വള മോതിരം എന്നൊക്കെ പറഞ്ഞാൽ അതീവ രത്നം ഭരിച്ചുള്ള എന്തൊക്കെയാണ് ചോദിക്കരുത്. കാരണം പാമ്പിൻ്റെയൊക്കെ ഭണത്തിൽ രത്നമുണ്ടേ. അതൊക്കെ അതീവ ശോഭയോട് കൂടിയിട്ട് ശോഭിക്കുക. വേറൊരു വെളിച്ചം വേണ്ട. രാത്രിയും പകലൊന്നും അവിടെ അറിയില്ല, അത്ര കൂട്ടത്തിലാണ്. സൂര്യൻ ചന്ദ്രൻ തൊട്ടുള്ള ഓരോരുത്തരും അവരവരുടേതായുള്ള കടമകൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അതേപോലെ ബൃഹസ്പതി തൊട്ടുള്ള മഹാഋഷികൾ അവരവരുടേതായിട്ടുള്ള കടമകൾ ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അവരൊക്കെ ഈ ശബ്ദ വേണ്ടച്ചാൽ ശബ്ദം, ആംഗ്യ വേണ്ടച്ചാൽ ആംഗ്യം, ആജ്ഞ വേണ്ടച്ചാൽ ആജ്ഞ, ഓരോരുത്തരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. മഹാദേവൻ്റെ തേജസ് 1000 കോടി സൂര്യന്മാർക്ക് തുല്യമായിട്ട് മാറുകയും ചെയ്തു. ഈ ഘോഷയാത്ര കണ്ടു കഴിഞ്ഞാൽ ഇനി ജീവിതത്തിൽ വേറെ ഒന്നും കാണണ്ട എന്ന രീതിയിൽ ഇനി മതി, ജീവിച്ചത് മതി. സുധാമാവ് ശ്രീകൃഷ്ണൻ്റെ ഒപ്പം വിദ്യാഭ്യാസം 2 മാസം 64 ദിവസം ചെയ്തിട്ട് സാന്ദീപനി മഹർഷിയോട് പറഞ്ഞു, എനിക്കിനൊന്നും പഠിക്കാനും ഇല്ല, എനിക്കിനൊന്നും വേണ്ടേ, ഞാൻ ഗുരുദക്ഷിണയായിട്ട് എന്നെ തന്നെ സമർപ്പിക്കണം, നമസ്കാരം, ഞാൻ പോട്ടെ. ശരി. ഗുരുദേവൻ അനുഗ്രഹിച്ചു. എന്തൊക്കെയാണോ വേണ്ടപ്പോൾ തോന്നും. ഇപ്പോൾ പഠിച്ചത് വേദവിധി എന്താ വെച്ചാൽ അത് മുഴുവനെ പഠിച്ചത് മുഴുവനെ വേണ്ടപ്പോൾ തോന്നിട്ടോ എന്ന് അനുഗ്രഹം കൊണ്ട് സുധാമാവ് തിരിച്ചു പോന്നു. ഗുരു ഒരു അനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണപ്രശാന്തയെ. അതേപോലെ തന്നെയാണ് ഇവിടെ എല്ലാവരും അവരവരുടേതായിട്ടുള്ള ഈ ഭാഗധേയം ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. ലോകഗുരുവാണ്, ലോകവൈദ്യനാണ്. അപ്പോൾ അതിൽ എന്ത് പണിയെടുത്താലും ആ മഹാദേവൻ്റെ അനുഗ്രഹം കിട്ടും, മഹാദേവൻ്റെ പ്രീതി കിട്ടും. അതിൽ കൂടുതൽ വേറെ യാതൊന്നും സമ്പാദിക്കാനില്ല. അപ്പോൾ ഈ വേളി ഘോഷയാത്ര അതിൽ പങ്കെടുത്തപ്പോൾ തന്നെ ഇനി വേറൊന്നും വേണ്ട എന്ന് തോന്നി. കണ്ടവർക്ക് ഇത് മാത്രം കണ്ടാൽ മതി, ഇനി വേറൊന്നും കാണേണ്ടതില്ല എന്ന് തോന്നി. അപ്പോൾ അത്രയ്ക്ക് ബൃഹത്തായിരുന്നു ആ യാത്ര. കാരണം എന്താ, എല്ലാവരും അവിടെയുണ്ട് രൂപം സ്വീകരിച്ചിട്ട്. എല്ലാവരും വെച്ചാലോ ഈ മർത്യവർഗം മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു പ്രാണിവർഗങ്ങൾ, ഗ്രന്ഥം, പർവ്വതം, നദി, മരം, തിര്യക്കേള്, മർത്യൻ, ദേവൻ, അതുപോലെ ഈ രുദ്രഗണം, കാളികൂളി, 30 മുക്കോടി, എല്ലാവരും ഉണ്ട്. യക്ഷ, രാക്ഷസ, കിന്നര, ഈ 14 ലോകത്തെ ആൾക്കാർ, സകല ആൾക്കാരും ഉണ്ട്. ഇനി ഒരു ബ്രഹ്മാണ്ടത്തിൽ എണ്ണ ഉള്ളൂ, വേറെ വല്ലോ അതുണ്ടോ അതൊട്ട് നിശ്ചയമില്ല. അത്രയും കൂടുതൽ ബാഹുല്യമാണ്. അപ്പോൾ അതിനൊക്കെ എത്രയും സ്ഥലം വേണ്ടു, നന്നലേശ സ്ഥലം വേണ്ടു. കാരണം ഇവർക്കൊക്കെ ഈ അണിമ, ഗരിമ, മഹിമ, ലഘിമ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം എങ്ങനെയാണോ ചെറുതാവേണ്ട വെച്ചാൽ അങ്ങനെ നിൽക്കാൻ പറ്റും, എങ്ങനെയാണോ വലുതാവേണ്ട വെച്ചാൽ അങ്ങനെ വലുതാവാൻ പറ്റും, എത്രയാണോ പ്രകാശം വേണ്ട വെച്ചാൽ അത്ര, എത്ര പ്രകാശം കൂടുതൽ കൊടുക്കേണ്ട വെച്ചാൽ അത്ര. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇനി വേറൊന്നും കാണണ്ട, ആ രീതിയിൽ എത്തുന്നർത്ഥം. അതാണ്. അങ്ങനെ അവരെല്ലാവരും നാരദ ഇങ്ങനെയാണ് കേട്ടോ ഈ ഘോഷയാത്ര ഉണ്ടായത് എന്ന് ബ്രഹ്മാവ് നാരദനോട് പറഞ്ഞു. ഇനി എല്ലാവരും കൂടിയിട്ട് അവിടെ ചെല്ലുന്നതായിട്ടുള്ള രംഗം, അവിടെ സ്വീകരിക്കുന്നതായിട്ടുള്ള രംഗം, അതൊക്കെ നമുക്ക് കേൾക്കാം. ഇനി യാത്രയിലുണ്ട് ചില കാര്യങ്ങളൊക്കെ, അതൊക്കെ നമുക്ക് കേൾക്കാം. നാളത്തെ ഭാഗത്തിലേക്ക് കേൾക്കാം. ഇപ്പോൾ 59ാമത്തെ ഭാഗമാണ് നമ്മൾ പാരായണം ചെയ്തത്. ഇനി നാളെ 60ാമത്തെ ഭാഗം കേൾക്കാം. സർവത്ര ശിവനാമകീർത്തനം. ഹര ഹര മഹാദേവ, ഹര നമ പാർവതീപതേ, ഹര ഹര മഹാദേവ. നമ ശിവായ, നമ ശിവായ, നമ ശിവായ, ഓം ഹ്രീം ഹൗ നമ ശിവായ.